ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ 2K ഫാമിലി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം എന്ന നിലയിലേക്ക് കഴിഞ്ഞ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തും ഞാനത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങൾ 2K ഫാമിലി ആയിത്തീരാനുള്ള കാരണക്കാർ. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം മുന്നോട്ടും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഒക്കെ കൂടെ ഉണ്ടാവുമെന്നും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം എൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡെത്ത് എൻഡ്സ് എ ലൈഫ് നോട്ട് എ റിലേഷൻഷിപ്പ്. ഈ ഒരു സെൻറ്റൻസുമായിട്ട് ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ അടുത്തുനിന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ പറ്റുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എനിക്ക് ഉറപ്പുണ്ട് ഫുള്ളായിട്ട് അവരിത് കാണും എന്നുള്ളത്. പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമ്മളെ തുടക്കം പോലെ ആയിരിക്കത്തില്ല ഇതിൻ്റെ അവസാനം. അപ്പോൾ പരമാവധി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് താഴെയുള്ള ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തി, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത്, ഒപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതൊന്ന് ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചിട്ടേക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ താമസിക്കുന്ന ഒരു ടൗൺഷിപ്പിലാണ്, ആദ്യത്തെ ബിർള ഗ്രൂപ്പിലെ ഒരു ടൗൺഷിപ്പിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്നും പിന്നെ സിറ്റിയിൽ നിന്നും ഒരുപാട് ഉള്ളോട്ട്, അതായത് റിമോട്ട് ഏരിയയിലാണ് ഈ ഒരു ടൗൺഷിപ്പ് ഉള്ളതെന്നും ഒക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഇത് പരിചിതമായ ഒരു കാര്യമാണ്. അപ്പം പുതുതായിട്ട് കാണുന്നവർക്കാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്, കാര്യം പറയുന്നത്. അപ്പം അങ്ങനെ ഇവിടെയുള്ള ഈ ഒരു ടൗൺഷിപ്പിൽ താമസിക്കുന്ന എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിനെയാണ് കേട്ടോ. അപ്പം ലൈക്ക് അജിയോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, മീഷോ, അങ്ങനെ പല സൈറ്റിൽ നിന്നും ആൾക്കാർ ഡെയിലി ഇവിടെ വന്ന് അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മേടിക്കുന്നത് മിന്ത്രയിൽ നിന്നാണ്. പിന്നെ കിച്ചണിലോട്ടുള്ള ഐറ്റംസിലേക്ക് പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് മേടിച്ചതും ഇപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണ്ടതൊക്കെ മേടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മേടിക്കുന്നത് ആമസോണിൽ നിന്നുമാണ് കേട്ടോ. അപ്പം മിന്ത്ര എന്നൊക്കെ പറയുവാണെങ്കിൽ ഇപ്പം ഇന്ന് വന്നൊരു വ്യക്തി ഡെലിവറി ചെയ്യാൻ വരുന്ന വ്യക്തി ആയിരിക്കത്തില്ല അടുത്ത ദിവസം വരുന്നത്. അവർ തമ്മിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആമസോൺ എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിൽ നിന്ന് ഒരു 4 മാസമായിട്ട് ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ആമസോണിൽ നിന്ന് ഇങ്ങനെ പാഴ്സൽ വരുമ്പം ജെയ്ഡന്, അതായത് എൻ്റെ ഇളയ മോന്, ഇങ്ങനെ പൈസ കൊണ്ട് അയാളുടെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവൻ എൻ്റെ അടുത്ത് നിന്ന് അവൻ പൈസ മേടിക്കും, ഈ പാഴ്സൽ കൊണ്ട് വരുന്ന ആ ഒരു വ്യക്തിയുടെ കൊണ്ട് കൊടുക്കും. അപ്പം ഞാനും ഒപ്പം പോകും കേട്ടോ. അപ്പം അങ്ങനെ അവർ തമ്മിൽ നല്ല പരിചയമായി. അങ്ങനെ കൊച്ചിനെ കളിപ്പിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്കിപ്പം ഡെലിവറി, അതായത് നമ്മുടെ ബുക്ക് ചെയ്ത സാധനം വരുന്നത് ഇന്നാണെങ്കിൽ അതിന് തലേദിവസം നമുക്കത് അറിയാൻ പറ്റും. ഈ പിറ്റേ ദിവസം ഡെലിവർ ആകും എന്നുള്ള ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും അത് നോക്കുന്നതുമാണ് കേട്ടോ. എപ്പം പാഴ്സൽ, അതായത് വരുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു കാര്യം ഓർഡർ ചെയ്തിട്ട് പാഴ്സൽ വരുന്ന ആ ഒരു സമയമൊക്കെ ഞാൻ നോക്കി വെക്കുന്നതാണ്. ഈ ഒരു തവണ ഞാനത് ശ്രദ്ധിച്ചുമില്ല, നോക്കിയില്ല, എന്തോ ബിസി ആയിപ്പോയി മൊത്തത്തിൽ. അതുകൊണ്ട് എനിക്കത് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസം വരുന്ന അന്ന് രാവിലെ മെസ്സേജ് വന്നു, ഇത് ഈ ഒരു സമയത്ത് ഡെലിവർ ആവുമെന്നും പറഞ്ഞു. അപ്പം പൊതുവേ നേരത്തെയൊക്കെ ഇങ്ങനെ ഡെലിവർ ആകുന്ന കാര്യമൊക്കെ നോക്കി വെക്കുവാണെങ്കിൽ ഞാൻ ഷിജോയുടെ അടുത്ത് നിന്ന് പൈസ എന്തെങ്കിലും മേടിച്ച് വെക്കും, അല്ലെങ്കിൽ ഷിജോയുടെ പൈസ വെച്ചിട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. കാരണം ഞങ്ങൾക്ക് ഫോൺ പേ എന്ന ഓപ്ഷൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഡയറക്റ്റ് പൈസ കൊടുക്കലാണ് പതിവ്. അപ്പം അന്ന് ഷിജോ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഈ ഒരു കാര്യം ഡെലിവർ ആകുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല, ഈ ഒരു ഡേറ്റിൽ ഡെലിവർ ആകുമെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല.
അതൊട്ട് നോക്കിയതുമില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് വന്ന മെസ്സേജ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഈ ഒരു സമയത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നുള്ള കാര്യം. അപ്പം എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ദീപ. ഞാൻ വിചാരിച്ചു അവളുടെ അടുത്ത് പോയിച്ചിട്ട് ചോദിച്ച് നോക്കാം, അവളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഷിജോ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത്, അത് 3 മണി ആ ഒരു സമയം ഷിജോ വരുന്ന സമയത്ത് ഈ ചേട്ടൻ്റെ അടുത്ത് ആ ഒരു സമയത്ത് ഒന്നും കൂടെ വരുവാണെങ്കിൽ അങ്ങനെ പൈസ കൊടുത്ത് സാധനം മേടിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അല്ലെങ്കിൽ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ക്യാൻസൽ ചെയ്യുക എന്നായിരുന്നു. ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഈ പാഴ്സലുകാരൻ വരുന്നതിന് മുന്നേ ഞാൻ ദീപയുടെ അടുത്ത് ചോദിച്ചിട്ട് പൈസ ചോദിച്ചായിരുന്നു. അപ്പോൾ ദീപയുടെ അടുത്ത് പൈസയുണ്ട്, കാര്യം ഞാൻ കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്നും കുറച്ച് കുറവായിരുന്നു ദീപയുടെ അടുത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം അത് നടക്കത്തില്ല എന്ന്. പിന്നെ അത് പാഴ്സൽ കൊണ്ടുവരുന്ന ചേട്ടൻ്റെ അടുത്ത് പറയുക 3 മണിയാകുമ്പോൾ വരുവാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞല്ലോ ആ ഒരു കാര്യം. അങ്ങനെ പാഴ്സൽ കൊണ്ട് ഈ ഒരു ചേട്ടൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു പൈസ മേടിച്ച് വെച്ചിട്ടില്ല, ഒരു 3 മണിയാകുമ്പോഴത്തേക്കും വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഈ പുള്ളി പറഞ്ഞു എൻ്റെ ഓൾറെഡി ഇവിടുത്തെ ഡെലിവറി എല്ലാം കഴിയാറായി, ഞാൻ ഇപ്പോൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഇതുപോലെ ആയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ക്യാൻസൽ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല, ഇതിവിടെ വെച്ചോ, നാളെ ഞാൻ വന്ന് പൈസ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഒരുപാട് സന്തോഷം തോന്നി മനസ്സിൽ. ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വന്നില്ലല്ലോ. ഏതായാലും ഈ ഒരു വ്യക്തിയുടെ നല്ല മനസ്സുകൊണ്ട് ഇവിടെ വെച്ചോളൂ, നാളെ പൈസ മതി എന്നുള്ള ആ ഒരു സൊല്യൂഷൻ അയാൾ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ സാധനം മേടിച്ച് വെച്ചു. പിറ്റേ ദിവസം അയാൾ വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് വേറൊരു ദിവസം എന്നാന്ന് വെച്ചാൽ ഇതുപോലെ എന്തോ ബുക്ക് ചെയ്തു. പൈസയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 500 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, 500 രൂപയുടെ നോട്ട്. അപ്പോൾ ഇയാൾ വന്നു. ഇവരുടെ കയ്യിലും ഇതുപോലെ ബാലൻസ് തരാൻ പൈസ ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം എല്ലാവരും ഫോൺ പേ ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റ് മണി ആരും ഇവരുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാറില്ല. കൂടുതലും ഫോൺ പേ ആയതുകൊണ്ട് ഇവരുടെ കയ്യിലും ബാലൻസ് തരാൻ പൈസ ഉണ്ടാകത്തില്ല ചില സമയത്ത്. അപ്പം എൻ്റെ പൈസ ഞാൻ ബുക്ക് ചെയ്ത പാഴ്സലിന് 495 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 500 നോട്ടാണ്. അപ്പോൾ ഞാൻ പാഴ്സൽ വന്നപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിലോട്ട് 500 രൂപ കൊടുത്തു. ബാക്കി 5 രൂപ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു തരണം. ഇയാളുടെ അടുത്ത് 5 രൂപ തിരിച്ചു തരാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, വേറൊരു ഇനി എപ്പോഴും വരുമ്പോൾ തന്നാൽ മതി, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞ് പോയി. അന്ന് വൈകുന്നേരം തന്നെ അയാൾ 5 രൂപയായിട്ട് എൻ്റെ അടുത്ത് വന്നു. വളരെ സത്യസന്ധമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊരു പരിചയമുള്ളൊരു വ്യക്തി, അങ്ങനെ പരിചയമായിട്ടുള്ളൊരു വ്യക്തി. പിന്നെ അതൊക്കെ അങ്ങനെ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി, ഞാൻ ജെയ്ഡിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത്, രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ചേച്ചിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇപ്പം നമ്മുടെ തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടൊന്ന് ഇവിടെ വരെ വരണം, കുറച്ച് ഒരു കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് ചേച്ചി അവിടുത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഇട്ടു. ഞങ്ങൾ രണ്ടും ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ആമസോൺ പാഴ്സൽ കൊണ്ടുവരുന്ന ആ ഒരു ചേച്ചി ഹിന്ദിയിലാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാനത് നിങ്ങളുടെ അടുത്ത് മലയാളത്തിൽ ജസ്റ്റ് ആ ചേച്ചി പറഞ്ഞ രീതിയിൽ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പാഴ്സൽ കൊണ്ടുവരുന്ന ആ ഒരു ബയ്യ മരിച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചു ഇനി ആക്സിഡൻ്റ് മറ്റോ ആണോ? കാരണം ഇവരെപ്പോഴും ബൈക്കിനാണ് 1 മണിക്കൂർ താണ്ടിയൊക്കെയാണ് ഇവിടെ വരെ വന്ന് ഇവർ ഡെലിവറി ഒക്കെ നടത്താറ്, പാഴ്സലൊക്കെ ഡെലിവറി ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു ആക്സിഡൻറ്റും ആണോ? കാരണം എന്തോ ഒരു വിഷമം പോലെ ആയി കേട്ടോ. കാരണം നമുക്ക് അത്രയും എന്നാ പറയണ്ടത്, നമ്മുടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതാണല്ലോ. പൈസ ഇല്ലാത്ത സമയത്താണെങ്കിലും അയാൾ പിന്നെ മതി എന്നുള്ള രീതിയിലൊക്കെ സാധനം കയ്യിൽ ഇങ്ങനെ ഇവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നല്ല രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ച് പെരുമാറിയ ഒരു വ്യക്തിയാണ്. അപ്പം പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു വിഷമമായി. അപ്പം ഞാൻ വിചാരിച്ചു ആക്സിഡൻ്റ് ആയിരിക്കുമെന്ന്. ഞാൻ ചേച്ചി പറഞ്ഞു ആക്സിഡൻ്റ് അല്ല, സൂയിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. എന്ത് സൂയിസൈഡ് ചെയ്യാൻ കാരണം? ചേച്ചി പറഞ്ഞു ലവ് ഫെയിലിയർ ആണ്. അത്ര ചേച്ചിക്ക് അറിയത്തുള്ളൂ ആ ഒരു കാര്യത്തെക്കുറിച്ച്. കൂടുതലായിട്ടുള്ള വിവരമൊന്നും ചേച്ചിക്കും അറിയത്തില്ല. ലവ് ഫെയിലിയർ ആണ്. അപ്പം പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ, അതായത് ഈ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നത് പറഞ്ഞതിൻ്റെ പേരിൽ ഇയാൾ സൂയിസൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്.
അപ്പം ഞാൻ വിചാരിച്ചു, ഒരു നിമിഷം എനിക്കെന്തോ ആദ്യം ഇച്ചിരി വിഷമമൊക്കെ തോന്നിയെങ്കിൽ പിന്നീട് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പെണ്ണിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ ഒരു വ്യക്തിനെ വളർത്തി വലുതാക്കിയ പാരൻസിനോ കൂടെ ഒന്നിച്ച് വളർന്നു വന്ന കൂടപ്പിറപ്പുകൾക്കോ അങ്ങനെ ഒരു സ്ഥാനം അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അയാളുടെ ഈ ഒരു തീരുമാനത്തിലൂടെ. ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കൂടുതലായിട്ടും കൂടുതൽ നമ്മുടെ കേരളത്തിലാണെന്ന് തോന്നുന്നു കണ്ടുവരുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് ഡിവോഴ്സ്, രണ്ടാമത് പ്രണയ നൈരാശ്യം കൊണ്ടുള്ള സൂയിസൈഡ്. ഇപ്പം പ്രണയം ആയിക്കോട്ടെ, ലവ് മാരേജ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു പക്വത എത്തിയിട്ട് അതിനെക്കുറിച്ച് തീരുമാനമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് പരസ്പരം ഇഷ്ടം തോന്നുന്നു, അവരുടെ ഇഷ്ടത്തിന് അവർ ഇറങ്ങിപ്പോകുന്നു, കല്യാണം കഴിക്കുന്നു, 2 വർഷം ഒന്നെങ്കിൽ വീട്ടുകാർ നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോകും. എന്ന് വെച്ചിട്ട് 2 വർഷം കഴിയുമ്പോൾ രണ്ടുപേരും 2 വഴിക്കാവുന്നു. മറ്റ് ലവ് ഫെയിലിയർ എന്ന് പറഞ്ഞാലോ, ഒരു പെണ്ണിപ്പം ഇഷ്ടമല്ല, നമുക്ക് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അപ്പുറത്തെ ഓപ്പോസിറ്റ് ആൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നു. പക്ഷേ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടുതൽ നടക്കുന്നത് ആൺകുട്ടികളിലാണ് കേട്ടോ, പെൺകുട്ടികളെ അപേക്ഷിച്ച്. പെൺകുട്ടികൾ പിന്നെ ഇച്ചിരി സ്ട്രോങ് ആണ്, ബോൾഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പിന്നെ അവർ പിന്നെ മറ്റു കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്നു, അവർ പുറത്തോട്ട് പോയി പഠിക്കുന്നു, പിന്നെ അവർ ജീവിക്കാൻ തുടങ്ങുവാണ്. പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടു വിചാരം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കേട്ടവർ കേൾക്കാത്ത മതി പോയി ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിനൊക്കെ മുതിരുന്നു. ആ ഒരു സമയം അവർ ചിന്തിക്കുന്നില്ല വളർത്തി വലുതാക്കിയ കാരണവന്മാരെ കുറിച്ചോ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കത്തില്ല. ജസ്റ്റ് ഒരു ഒറ്റബുദ്ധിക്ക് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കൂട്ടുവാണ്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം കാരണവന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോഴത്തെ കാരണവന്മാരെന്നൊക്കെ 21-ാം നൂറ്റാണ്ടിൻ്റെ പാരൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തും ചെന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാരൻസ് കുട്ടികളുടെ അടുത്തും അത്ര ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നത്. അവർ തമ്മിലൊരു മതിലില്ല, അത്രയ്ക്ക് ബോണ്ടിങ് ആണ് പാരൻസും കുട്ടികളും തമ്മിലുള്ളത് ഇപ്പോഴത്തെ ഈ കാലത്ത്. ലൈക്ക് ഫ്രണ്ട്സിനെ പോലെയാണ് അവർ വീടുകളിലൊക്കെ ഇടപെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് പണ്ടത്തെ പല പട്ടാളച്ചിട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് ഇപ്പം എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഈ കുട്ടികൾക്ക് എന്തും ചെന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പാരൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇൻകേസ് അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ അത് നമ്മൾ വാർത്തെടുക്കണം. എങ്ങനെ? നമ്മുടെ കുടുംബത്തിൽ ആദ്യം വേണ്ടത് സംഭാഷണമാണ്, പരസ്പര സംഭാഷണമാണ്. പേരൻസും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് അത് ഇപ്പോൾ ഇല്ലാത്ത കുടുംബങ്ങളിലാണെങ്കിൽ അത് വളർത്തിയെടുക്കണം. അങ്ങനെ പരസ്പര സംഭാഷണമൊക്കെ നടത്തി കുട്ടികൾക്ക് എന്തും അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത്, ഇനിയിപ്പോൾ ഇങ്ങനെ റിലേഷനൊക്കെ ഉണ്ട്, അപ്പം പേരൻസിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ഇങ്ങനെ ഇഷ്ടമാണ്, അപ്പോൾ അതിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവർ നോക്കി നല്ല റിലേഷനാണെങ്കിൽ അവരത് നടത്തിത്തരും. ഇനിയിപ്പം കുട്ടികൾക്ക് നല്ലത് വരുന്നതാണല്ലോ എല്ലാ കാരണന്മാർക്കും ഇഷ്ടം. കുട്ടികൾക്ക് മോശം വരുന്നതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നോ പറഞ്ഞെന്ന് വരും. അന്നേരം നിങ്ങൾ ചിന്തിക്കണം, അത് എൻ്റെ നല്ലതിന് വേണ്ടി, എൻ്റെ കാരണന്മാർ എൻ്റെ നല്ലതിന് വേണ്ടി ചിന്തിക്കത്തുള്ളൂ, പറയത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ എന്ന്. അല്ലാണ്ട് അത് കേട്ടപാടെ പോയി പിന്നെ വേറെ എന്തെങ്കിലും തീരുമാനിക്കുക. പിന്നെ ഒരു പെണ്ണ് നോ പറഞ്ഞാൽ അന്നേരം പോയി വേണ്ടാത്ത ചിന്തകളൊക്കെ ഉള്ളോട്ട് വരിക. അതൊന്നും ഒരാണിന് ചേർന്ന ഒരു പെണ്ണിന് ചേർന്ന ഒരു വ്യക്തിത്വമല്ല, ഒരു എന്നാ പറയണ്ടേ, ചെയ്യുന്ന രീതിയല്ല. അപ്പം ഈ മരണം എന്നതുകൊണ്ടൊന്നും, മരണമല്ല ഒന്നിനും ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ജീവിച്ച് കാണിക്കണം. അവിടെയാണ് നമ്മൾ ജീവിതം വിജയിക്കുന്നത്. അല്ലാണ്ട് മരണത്തിലൂടെ കുറേ പേരെ വിഷമിപ്പിക്കുന്നു, എന്ത് പറ്റുന്നു? ഓപ്പോസിറ്റ് നോ പറഞ്ഞയാൾ സുഖമായിട്ട് ജീവിക്കും, മരിച്ചയാൾ മരിച്ചു, പിന്നെ ആ മരിച്ചയാളുടെ കുടുംബം ഇങ്ങനെ ജീവിതകാലം ഒഴിഞ്ഞ് സങ്കടപ്പെട്ട് ജീവിക്കും. അതിലും ഭേദം നമ്മുടെ ഓപ്പോസിറ്റ് നോ പറഞ്ഞയാളെ ജീവിച്ച് കാണിക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. മരണത്തിലൂടെ ഒരിക്കലും ആരും വിജയിച്ചതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോഴാണ്
നമ്മളൊരു പക്വതയുള്ളൊരു വ്യക്തിയായിട്ട് മാറുന്നത്. അങ്ങനെ ഒക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇനിയുള്ള കാലത്തൊക്കെ കുട്ടികളൊക്കെ കുറേ കുട്ടികളുണ്ടാവും ഇങ്ങനത്തെ ചിന്താഗതിയോടെയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നവർ. ഇനിയിപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന തലമുറയൊക്കെ ഇങ്ങനെയുള്ള ചിന്താഗതിയോടെയൊക്കെ ആയിരിക്കും കടന്നു വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുക, 2 പ്രാവശ്യം ആലോചിക്കുക. എപ്പോഴും ഇമ്പോർട്ടൻസ് പാരൻസിന് കൊടുക്കുക. നമുക്ക് എന്ത് വിഷമം വന്നാലും നമ്മുടെ ഒപ്പം നമ്മുടെ പാരൻസേ ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങൾ ആദ്യം അത് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെടുത്ത് ഞാൻ പറയുന്നതാണ് കേട്ടോ. നമുക്ക് എന്ത് വിഷമം വന്നാലും നമ്മുടെ കൂടെ നമ്മുടെ പാരൻസ്, നമ്മളൊന്ന് കരഞ്ഞാലും നമ്മൾ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ അമ്മയും അപ്പായും ഒക്കെ ഉണ്ടാവുള്ളൂ കൂടെ. നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനും നമ്മളെ തലയിടാനൊക്കെ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിവോഴ്സ് കേസ് ആയിക്കോട്ടെ, അതിനാണെങ്കിലും വലിയ കുട്ടി ഒഴിച്ച് കല്യാണമൊക്കെ നടത്തി 2 വർഷം കൂടി പോയ ജീവിതം അത് കഴിഞ്ഞാൽ തീർന്നു. അവർ വീണ്ടും കൂടെ ആരാ ഉള്ളത്? നമ്മുടെ കാരണവന്മാർ മാത്രം. അപ്പം കാരണവന്മാർക്കും നമ്മുടെ കൂടെ വളർന്നു വന്നവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എപ്പോഴും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് സ്ഥാനം എന്നുള്ള ഒരു ചിന്താഗതി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ നമുക്ക് ഇങ്ങനത്തെ കേസുകൾ ഒഴിവാക്കാൻ പറ്റും. മരണമല്ല ഒന്നിനും പരിഹാരമെന്ന് ഉള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു മരണമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എല്ലാവർക്കും ആ ഒരു എന്താ പറയണ്ടേ, മരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്, ഒരു സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മൾ വിജയിക്കുന്നില്ല. ആ ഒരു കാര്യം എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ വിജയിച്ച് കാണിക്കുക എല്ലായിടത്തും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരേക്കും ബൈ.